നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഷിക, മത്സ്യ, മോട്ടോർ മേഖലകളെ തകർച്ചയിലേക്ക് നയിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലും മോട്ടോർ വാഹന പണിമുടക്കും തീരദേശത്ത് പൂർണ്ണം. കോതകുളം ബീച്ചിൽ ദമ്പതികളെയും കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും ആക്രമിച്ച കവർച്ചാ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മുംബൈ എമിഗ്രേഷൻ വിഭാഗം പിടികൂടി. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നാട്ടിക റേഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന ഖുർആൻ പാരായണ പരിശീലന ക്ലാസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. കാർഷിക, മത്സ്യ, മോട്ടോർ മേഖലകളെ തകർച്ചയിലേക്ക് നയിക്കുന്ന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലും മോട്ടോർ വാഹന പണിമുടക്കും തീരദേശത്ത് പൂർണ്ണം. റബ്ബർ വില തകർച്ചയുൾപ്പെടെ കാർഷിക മേഖലയിൽ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി സംസ്ഥാന വ്യാപകമായും കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി തീരദേശ മേഖലയിലുമാണ് ഹർത്താൽ നടത്തിയത്. മോട്ടോർ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് മോട്ടോർ വാഹന തൊഴിലാളികൾ പണിമുടക്കിയത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള മോട്ടോർ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഹർത്താൽ അനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഹർത്താലിനോടനുബന്ധിച്ച് UDF കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വഞ്ചിപ്പുരയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കമ്പനിക്കടവിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് UDF അടക്കമുള്ള മുഴുവൻ തൊഴിലാളികളും ഹർത്താൽ ആചരിക്കുകയാണ്. ഒട്ടനവധി പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടെന്ന് നമുക്കറിയാം. അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ മണി സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കാലങ്ങളായി നിലനിന്നിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സജീവമായി കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും കൊണ്ടുവരുന്നതിന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് TN പ്രതാപൻ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന, എല്ലാവരും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മുൻപിൽ കൊണ്ടുവരുന്നതിന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFിൻ്റെ മത്സ്യത്തൊഴിലാളി സംഘടന നേതൃത്വത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. മണി കാവുങ്ങൽ അധ്യക്ഷത വഹിച്ചു. KV സുരേഷ് ബാബു, അനിത ബാബു, ആനന്ദൻ കൈതവളപ്പിൽ, KK അഫ്സൽ, ബഷീർ തൈവളപ്പിൽ, സുരേഷ് കൊച്ചുവീട്ടിൽ, KB അനിൽകുമാർ, TK ബി രാജ്, PK നകുലൻ, KK ശക്തിധരൻ, KS പങ്കജാക്ഷൻ, PM നസീർ, ബാബു കിഷോർ, KK ശേഖരൻ എന്നിവർ സംസാരിച്ചു. ഹർത്താലിനോടനുബന്ധിച്ച് CITU ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ, കർഷക സംഘം, കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി പ്രകടനവും പൊതുയോഗവും നടത്തി. നിങ്ങൾക്കെതിരായി ഉയരുന്നു. തുടർന്ന് നടന്ന പൊതുയോഗം CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കന്യാകുമാരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടലോരവാസികളുടെ അല്ലാതായി മാറിയിരിക്കുക. കടലോരവാസികളുടെ അല്ലാതായി മാറുന്നതിന് BJPയുടെ ഈ ഗവൺമെൻറ് മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മുരാരി കമ്മീഷൻ്റെ നടപടികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ സ്വാഗതം ചെയ്തു. ആ റിപ്പോർട്ട് നിലവിലുള്ളപ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു കമ്മീഷനെ കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വെക്കുക. ആ ഗവൺമെൻറ് വെച്ച കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുക. ഈ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ കടലിൽ 150 മീറ്റർ ആർക്കും മീൻ പിടിക്കാൻ കഴിയും. KG കൃഷ്ണകുമാർ അധ്യക്ഷനായി. KC ശേഖരൻ, PC മനോജ്, PA ഷജീർ, ഷിനു പുത്തൂർ, PA സഗീർ, AV ബിജു എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തി. LDF പ്രവർത്തകർ തൃപ്രയാറിൽ നടത്തിയ പ്രകടനത്തിന് CPM ജില്ലാ കമ്മിറ്റി അംഗം KV പീതാംബരൻ, ശശി കടവിൽ, TK ദേവദാസ്, VV പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ പ്രകടനത്തിൽ പങ്കെടുത്തു. LDFന്റെ നേതൃത്വത്തിൽ വലപ്പാട് നടത്തിയ പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു.
കോതകുളം ബീച്ചിൽ ദമ്പതികളെയും കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും ആക്രമിച്ച കവർച്ചാ കേസിലെ പിടികിട്ടാപ്പുള്ളിയെ മുംബൈ എമിഗ്രേഷൻ വിഭാഗം പിടികൂടി. വലപ്പാട് സ്വദേശി കാരേക്കാട്ട് ഹെൻസനാണ് പിടിയിലായത്. കോതകുളം ബീച്ചിൽ 2009 കേസിനാസ്പദമായ സംഭവം നടന്നത്. കോതകുളം ബീച്ചിലെത്തിയ ദമ്പതികളെ ആക്രമിച്ച ഹെൻസൺ ഇവരുടെ മാലയും മൊബൈൽ ഫോണും കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു. അക്രമിയെക്കുറിച്ച് ഉടൻ തന്നെ വലപ്പാട് പോലീസിന് സൂചന ലഭിച്ചിരുന്നു. തുടർന്ന് ഹെഡ് കോൺസ്റ്റബിളായിരുന്ന ഇപ്പോഴത്തെ ASI KJ ടോണിയാണ് പ്രതിയെ പിടികൂടാൻ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടത്. വഴിമധ്യേ വലപ്പാട് ആനവിഴുങ്ങയിൽ വെച്ച് പ്രതി ഹെൻസൺ വരികയായിരുന്ന ഓട്ടോ ASI ടോണി തടഞ്ഞു നിർത്തി. ഇതോടെ ASI ആക്രമിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പ്രതി ഗൾഫിലേക്ക് കടന്നു. ഇയാളെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. 6 വർഷത്തിനു ശേഷം നാട്ടിലെത്തിയ പ്രതി കഴിഞ്ഞ ദിവസം ഗൾഫിലേക്ക് തിരിച്ചുപോകാൻ ശ്രമിക്കവെയാണ് മുംബൈ എമിഗ്രേഷന്റെ പിടിയിലാകുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. 2006 നടന്ന ചെർപ്പുളശ്ശേരി രവി കൊലപാതകം, വലപ്പാട് പഴയന്നൂർ സ്റ്റേഷൻ പരിധിയിൽ മാല കവർച്ച തുടങ്ങിയ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഹെൻസൺ. ഇനിയൊരു ഇടവേള.